ഹായ്, നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റിയെ പറ്റി കുറേ വീഡിയോസ് കണ്ടു. അതിന്റെ ടൈപ്സ് എന്താണെന്ന് കണ്ടു, അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്ന് നോക്കി. അപ്പം അത് കണ്ടിട്ടില്ലാത്തവർ കഴിഞ്ഞ വീഡിയോസ് പോയി നോക്കാം. ഇന്ന് നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റിയുടെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്, ആരെയൊക്കെയാണ് സമീപിക്കേണ്ടത്, അത് രക്ഷകർത്താക്കൾക്ക് എന്തൊക്കെ പങ്കുണ്ട്, ഇതൊക്കെ നോക്കാം. ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടിക്ക് ആദ്യം സപ്പോർട്ട് ചെയ്യേണ്ടത് രക്ഷകർത്താക്കൾ തന്നെയാണ്. അതായത് നമ്മൾ കൂടുതലും വീട്ടിലെ അമ്മമാരായിരിക്കുമല്ലേ പഠിപ്പിക്കുക. അപ്പം ആദ്യമേ പറഞ്ഞു കുട്ടിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ അവരെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യാം. അതായത് മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാതെ, വീട്ടിലെ ബാക്കി കുട്ടികളുമായിട്ട് പോലും കമ്പയർ ചെയ്യാതെ അവരൊരു കാര്യം മനസ്സിലാക്കുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. ചിലപ്പോൾ ഒരു വാക്കായിരിക്കും അവർക്ക് ഒരു ദിവസം കൊണ്ട് മനസ്സിലാവുക. പക്ഷെ ആ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു അക്ഷരം അത് പഠിച്ചതിന് അവരെ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്ത് ഇത് ഇന്ന് പഠിച്ചു, നാളെ നമുക്ക് അടുത്തത് കൂടെ പഠിക്കാം, അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ച് പഠിപ്പിക്കാൻ നിൽക്കാതെ അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ വഴക്ക് പറയാതെ പഠനം അവരിലേക്ക് ഇഷ്ടപ്പെടുത്തിയെടുക്കുക. അതിനു വേണ്ടിയിട്ട് നല്ലൊരു കൗൺസിലറിന്റെ സഹായം തേടാം. ചൈൽഡ് ആൻഡ് അഡോളസെന്റില് പ്രാവീണ്യം നേടിയ നല്ലൊരു കൗൺസിലറിന് ആ കുട്ടിയുടെ ഒരു ഷെഡ്യൂൾ തയ്യാറാക്കി എടുക്കാൻ പറ്റും. കൂടാതെ ലേണിംഗ് ഡിസബിലിറ്റി ട്രെയിനേഴ്സ് ഉണ്ട്. അവരെ നല്ല രീതിയിൽ ആ കുട്ടിക്ക് എന്താണ് വേണ്ടതെന്ന് നോക്കി ഓരോ കുട്ടിക്കും ഓരോ രീതിയിലുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുക. അപ്പം ആ കുട്ടിക്ക്, അത് നമ്മുടെ കുട്ടിക്ക് എന്താണ് ആവശ്യം, ഏത് ഭാഗമാണ് ക്ലിയർ ചെയ്യേണ്ടതെന്ന് നോക്കി അവർക്ക് വേണ്ടി ഒരു പ്രത്യേക ചാർട്ട് തയ്യാറാക്കി അവരെ പഠിപ്പിക്കും. അപ്പോൾ അത് ഒരിക്കലും ഒരു നോർമൽ സ്റ്റുഡന്റിനെ പഠിപ്പിക്കുന്ന പോലെ ആവില്ല. നമ്മുടെ വീട്ടിലെ പേരൻസും അതുപോലെ ഇവരെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ കുഞ്ഞിനെ മാറ്റിയെടുക്കാൻ പറ്റൂ. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് കാണുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ കേൾക്കാൻ ഞങ്ങളുണ്ട്. ഞങ്ങൾ ഇന്നഫ് അവയർനെസ്. താങ്ക് യു.